Hello friends, Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പ്രിങ്കിൾ കുക്കി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസ്, ബാപ്റ്റിസം ഫംഗ്ഷൻസിനൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും ബെസ്റ്റ് ആയിരിക്കും. ഇത് 200 ഗ്രാം 200 grams unsalted butter റൂം ടെമ്പറേച്ചറിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബട്ടർ കുറേ നേരം പുറത്തിരുന്നിട്ട് ഓവറായിട്ട് സോഫ്റ്റായി പോകരുത് കേട്ടോ. ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ കുക്കി ഭയങ്കര ഫ്ലാറ്റായി പോകും. അപ്പോൾ ആവശ്യത്തിന് ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റണം. അതേസമയം ഫ്രിഡ്ജിലത്തെ ഒരു തണുപ്പും പാടില്ല. മീഡിയം സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തീരെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിക്കണം എന്നില്ല. എന്നാൽ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിലും 1.5 കപ്പ് പഞ്ചസാര മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൽ മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിലിട്ടിട്ട് ഇതിന് 5 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കൊരു സ്പാറ്റില ഉപയോഗിച്ച് സൈഡ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ക്രീമിങ് നടക്കും. 5 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു യെല്ലോ കളർ മാറിയിട്ട് അത്യാവശ്യം ഒരു വൈറ്റ് കളറായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. 1.5 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിൽ 2 മിനിറ്റ് വീണ്ടും ഇതിനെ ബീറ്റ് ചെയ്യാം. ഓൾ പർപ്പസ് ഫ്ലവർ, അതായത് മൈദ 2.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 പോർഷൻസ് ആയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആദ്യം പകുതി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഏറ്റവും ലോ സ്പീഡിൽ 10-12 സെക്കൻഡോളം ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനൊരു 10-12 സെക്കൻഡോളം ഏറ്റവും ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ. നമുക്ക് അതിന് ശേഷം ഒരു സ്പാറ്റുല അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓവൻ 176 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിതിലോട്ട് നമ്മുടെ കുക്കി അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഡോ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബോളാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് റെയിൻബോ സ്പ്രിങ്കിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു കളറുള്ളതായിരിക്കും ഇഷ്ടം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറും വൈറ്റ് കളർ സ്പ്രിങ്കിൾസും കിട്ടും വാങ്ങിക്കാനായിട്ട്, അതും യൂസ് ചെയ്യാം. നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള കുക്കി ഡോ ഇതിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്പ്രിങ്കിൾസ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ഷീറ്റിലോട്ട് ഇത് അറേഞ്ച് ചെയ്യാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അങ്ങനെ റൗണ്ട് ഷേപ്പ് കിട്ടും. അത്യാവശ്യം വലുപ്പമുള്ള 22 മുതൽ 23 കുക്കി വരെ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കുറച്ച് സ്പേസ് ഇട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 15 മിനിറ്റ് മുതൽ 17 മിനിറ്റ് വരെയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറായിട്ടാണ് ഇരിക്കുക. ഇനി നമുക്ക് ഈ ഒരു ട്രേയിൽ തന്നെ ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം വേണം വേറൊരു പാത്രത്തിലോട്ട് കൂൾ ചെയ്യാൻ വേണ്ടി മാറ്റാൻ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നല്ല പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ നന്നായിട്ട് തണുക്കണം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രഞ്ചി ആണോ എന്ന് വെച്ചാൽ ക്രഞ്ചിയാണ്, എന്നാൽ കഴിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ് ഉള്ളിൽ. അപ്പോൾ നല്ലൊരു കുക്കി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഗ്ലാസ് കുപ്പിയിൽ നമുക്ക് ഒരു 4-5 ദിവസം വരെ കുപ്പിയിൽ ഇട്ട് വെക്കാം. പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒരു കേടും വരില്ല. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ കുക്കി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അങ്ങനെ അടുത്തൊരു റെസിപ്പിയിൽ നമുക്ക് കാണാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.